ഹായ് കൂട്ടുകാരെ, നന്മ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞാൻ ജോലി ചെയ്യണ സ്ഥലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 3-ാമത്തെ ദിവസമാണ് കാണിക്കണത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ജോലി സ്ഥലത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും കാണണം. ഇതാണ് അവരുടെ വീട്. ഇപ്പോൾ പെയിൻറ്റും പണി പിന്നെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങണ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഇടാൻ തന്നെ തീരുമാനിച്ചത്. ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുറച്ച് ഭാഗം കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞതാണ്. മരത്തിൻ്റെ ഈ പണികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ്. പിന്നെ മക്കളുടെ കല്യാണമൊക്കെ ഉണ്ടല്ലോ. കല്യാണം ആയിട്ടില്ല കേട്ടോ, ആവണേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ അനിയേട്ടനും പിന്നെ ലത ഇവരൊക്കെ വീഡിയോ കാണണ്ടോയെന്നറിയില്ല. ഈ വീഡിയോ എടുത്തത് അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയൊന്നും ചെയ്യരുത്. പിന്നെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എടുക്കുന്നൊക്കെ. അതുകൊണ്ട് പിന്നെ എനിക്കറിയാം മോള് എടുക്കുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പിന്നെ ഉന്മേഷ. അപ്പോൾ ഞാൻ പോണ ദിവസം എനിക്ക് സാരിയൊക്കെ എടുത്തുതന്ന സാരിയാണ് ലത. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി, സാരിയൊക്കെ ഇഷ്ടമായി. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ ബ്ലൗസ് ഉണ്ടായിരുന്നില്ല. ബ്ലൗസ് പിന്നെ ലതയുടെ ബ്ലൗസ് തന്നെ എനിക്കിടാൻ തന്നു. അപ്പോൾ പിന്നെ ഞാൻ അവർ തന്ന സാരി എടുത്തിട്ട് മോളുടെ തന്നെ സെലക്ഷൻ മോളാണ് വരുമ്പോൾ കൊടുന്നത്. അങ്ങനെ 30 ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാലിന്മേൽ കുറച്ച് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടൈൽസിൽ നിന്ന് വീണിട്ട് വെയ്യാഞ്ഞിട്ട്. അപ്പോൾ ഞാനവിടെ നിന്നതാണ്. അപ്പോൾ കൂട്ടുകാരോട് പറയാറുണ്ടല്ലോ എപ്പോഴും ഷോപ്പ് എന്താണെന്നൊക്കെ, എവിടെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ ഞാൻ 1 മാസം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങണ നേരത്ത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, 1 മാസം നിൽക്കുമ്പോൾ നമുക്ക് ഇറങ്ങി പോരുമ്പോൾ. അങ്ങനെ ഒരുപാട് നാളത്തെ പരിചയമില്ലെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മോനാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നത്. മോൻ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ മോൻ്റെ മുതലാളിയുടെ കാർ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ് ചെയ്യണം കേട്ടോ. വേറെ എന്തെങ്കിലും ഞാൻ വീഡിയോ ഇതേപോലെ കിട്ടിയാലേ ഇടാം. പിന്നെ ഷോർട്സ് അതേപോലെ ലൈവൊക്കെ ഇടാറുണ്ട്, കാണണം. അധികം നാട്ടിൻപുറത്തെ ഓരോ വീഡിയോസിലാണ് ഞാൻ ഇടാറ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ജോലിക്ക് വരുന്ന കാരണമാണ് ഇപ്പം അങ്ങനെ ഇടാൻ പറ്റാത്തത്. ആടും വീടും പുഴയും ഇടവഴിയും അതൊക്കെ ഞാൻ അധികം ഇടാറ്. പിന്നെ വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പുറത്ത് ജോലിക്ക് പോവല്ലേ, അപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് ഇടണം. പിന്നെ ഷോർട്സൊക്കെ ഇടാറുണ്ട് ഇവിടുത്തെ ഓരോന്നൊക്കെ. പിന്നെ കുറച്ച് ബിരിയാണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കനൊക്കെ ലത തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയിട്ട് ഞാൻ ഒരു പാത്രത്തിലാക്കി. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ മോനുണ്ട്. മോളിൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ പ്രാവശ്യം പറയാറുണ്ട്. എന്നാലും പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. എനിക്ക് ടൈലറിങ് ഷോപ്പാണ് വാണിയംകുളത്ത്. 7 വർഷമായി. അത് ഞാൻ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കുകയാണ്. ബിജേട്ടനും അതേപോലെ മോനും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ലതയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് തരണം കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം.